ഇ.ഡി. റെയ്ഡിലെ രാഹുൽ ഗാന്ധിയുടെ മൗനത്തിൽ ഉരുണ്ട് കളിച്ച് മന്ത്രി എ പി അനിൽകുമാർ. ഇഡിക്കും മോദിക്കുമെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് അനിൽകുമാർ പറയുന്നു. സ്റ്റാലിനും അരവിന്ദ് കെജ്രിവാളും സമാന ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചല്ലോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. അതിനെക്കുറിച്ച് ഇപ്പൊ അത്രേ പറയുന്നു. ചോദിക്കട്ടെ, അതിനകത്ത് വേറെ മറ്റെന്തും ചോദിക്കാനുണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ട്? വേറെ ചോദ്യങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ കാര്യങ്ങള്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറത്തേക്ക് വരികയാണ്. വീണ്ടും മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. പ്രതികരിക്കാൻ മുഖ്യമന്ത്രി എന്തായാലും ഇന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ഇ.ഡി. റെയ്ഡിനെ കുറിച്ച് ചോദിക്കുന്നത്. പക്ഷേ മൗനം മാത്രമാണ് അദ്ദേഹത്തിന്റെ മറുപടി. സമാനമാണ് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും. ഇന്ന് ദില്ലിയിൽ മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടി അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ്. വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, യു.ഡി.എഫിന്റെ നേതാക്കൾക്ക് ആകെ ഒരു മൗനമാണ്. അത് മുഖ്യമന്ത്രിക്കാണെങ്കിലും ഇപ്പോൾ അനിൽകുമാറിനാണെങ്കിലും. വിശദാംശം. ഷമി, ഇന്ന് മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഇ.ഡി. റെയ്ഡുമായി ബന്ധപ്പെട്ടാണ്. കാരണം ദേശീയ തലത്തിൽ നിരവധി നേതാക്കൾ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ, എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ, തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇതിൽ അപലപിച്ചുകൊണ്ട്, ഇ.ഡിക്കെതിരെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴും മൗനം തുടരുകയാണല്ലോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് കൃത്യമായ ഒരു മറുപടി പറയാതെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് എ പി അനിൽകുമാർ പറയുന്നത്. അതായത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി സഭയ്ക്കകത്തോ പുറത്തോ മോദിക്കോ അമിത്ഷായ്ക്കോ എതിരെ ഇതുവരെ സംസാരിക്കാത്ത ആളാണ്. ഇന്നലെ റെയ്ഡ് കഴിഞ്ഞിട്ടും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ഒരു നിലപാട് മാത്രമാണ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതടക്കമുള്ള വസ്തുതാപരമല്ലാത്ത ചില പ്രതികരണങ്ങൾ മാത്രം നടത്തുന്ന ഒരു നിലയാണ് ഉണ്ടായത്. എന്തായാലും വീണ്ടും മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചപ്പോൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രതിപക്ഷ നേതാക്കളെ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും അതിനും ഉത്തരം പറയാതെ രാഹുൽ ഗാന്ധിയാണ് പാർലമെന്റിനകത്തും പുറത്തും ഈ മോദി സർക്കാരിനെതിരെ, കേന്ദ്ര ഏജൻസികൾക്കെതിരെ പ്രധാന പോരാട്ടം നടത്തുന്ന ഒരു നേതാവ് എന്ന് മാത്രം പറഞ്ഞു പോകുന്ന സാഹചര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് മൗനം തുടരുന്നു എന്നതിൽ ഒരു വ്യക്തത വരുത്താൻ മന്ത്രി എ പി അനിൽകുമാർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഷമി, മന്ത്രി എ പി അനിൽകുമാറിനോട് ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിനെ സംബന്ധിച്ച് നിരന്തരമായി ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന് കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ തരാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യത്തിനും എ പി അനിൽകുമാറിന് മറുപടിയില്ല. വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.